CPM-നുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തുവരികയാണ്. ഒരു വശത്ത് കണ്ണൂരിൽ പാർട്ടി വിട്ട നേതാക്കളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് MV ജയരാജന്റെ നിലപാടിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി തള്ളുന്നു. മറുവശത്താകട്ടെ സാക്ഷാൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ലക്ഷ്യമിട്ട് MA ബേബിയുടെ അനുഗ്രഹാശസ്സുകളോടെ പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ തിരുത്തൽവാദ ചേരി തന്നെ രൂപപ്പെടുന്നു. CPM-ൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പാർട്ടി വിട്ട TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നതിൽ തടസ്സമില്ലെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രസ്താവനയാണ് കണ്ണൂരിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ MV രാഘവനെ പോലും അവസാന കാലത്ത് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ജയരാജന്റെ വാദം. എന്നാൽ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MV ജയരാജന്റേത് പാർട്ടിയുടെ നിലപാടല്ല. വിമതരായി മത്സരിച്ചവർ വർഗവഞ്ചകരാണ്. പാർട്ടിയെ വഞ്ചിച്ചു പോയ അവരെ വിമർശിക്കുന്നത് തുടരുമെന്നും ഓരോരുത്തരും ഓരോ ചാനലിൽ പറയുന്നതിന് മറുപടി പറയാനില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. താൻ ചെയ്ത തെറ്റെന്താണെന്ന് ജയരാജൻ ആദ്യം വ്യക്തമാക്കട്ടെ എന്നായിരുന്നു V കുഞ്ഞികൃഷ്ണന്റെ മറുപടി. താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ എതിർ ശരിയുണ്ടെന്ന വാർത്ത അസംബന്ധമാണെന്ന് MV ഗോവിന്ദൻ ആവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിണറായിക്കും ഗോവിന്ദനുമെതിരെ ഉയർന്നുവരുന്ന പുതിയ ചേരി പാർട്ടിക്കകത്ത് വലിയൊരു അഴിച്ചുപണി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മുതിർന്ന നേതാവ് MA ബേബിയുടെ പിന്തുണയോടെയാണ് ഈ വിഭാഗം ശക്തി പ്രാപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനെ തിരുത്തുന്ന രീതിയിലുള്ള പരസ്യ നിലപാടുകൾ ഈ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം കീഴ്ഘടകങ്ങളെ മറികടന്നുള്ള തീരുമാനമായിരുന്നുവെന്നും അത് പിഴച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വം ശരിവെച്ച ഈ വീഴ്ചയ്ക്ക് MA ബേബി അടിവരയിട്ടത് ഗോവിന്ദന് വലിയ തിരിച്ചടിയായി. എന്നാൽ വ്യക്തിപരമായ വീഴ്ചയില്ലെന്നും പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യമാണ് ഇതിന് കാരണമെന്നും MV ഗോവിന്ദനും പിണറായി വിജയനും ഒരേ സ്വരത്തിൽ പറയുന്നു. നേതൃത്വ മാറ്റവും തിരുത്തലും വേണമെന്ന പുതിയ ചേരിയുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കപ്പെടില്ലെന്ന തിരിച്ചറിവിലാണ് പുതിയ വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, മുതിർന്ന നേതാവ് M സ്വരാജ് എന്നിവരാണ് ഈ തിരുത്തൽവാദ ചേരിയുടെ മുൻനിരയിലുള്ളത്. EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള വലിയൊരു നിര തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. പാർട്ടിയുടെ പ്ലീനം വിളിക്കണമെന്ന ആവശ്യം വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ഒതുക്കുന്നതിന് പിന്നിലും അധികാരമാറ്റമെന്ന അജണ്ട തടയാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ചുരുക്കത്തിൽ വർഗവഞ്ചകരെന്ന് വിളിച്ച് കണ്ണൂരിലെ വിമതരെ ഗോവിന്ദൻ തള്ളിപ്പറയുമ്പോഴും തിരുവനന്തപുരത്ത് അണിയറയിൽ ഒരുങ്ങുന്ന തിരുത്തൽ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് CPM വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണെന്നാണ്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നതകൾ കൂടുതൽ മറനീക്കി പുറത്തുവരുമെന്ന് ഉറപ്പാണ്.